എനിക്ക് ഭക്ഷണം വിളമ്പി തന്ന, എന്നെ ഊട്ടിയ, എന്നെ തലോടിയ കൈയാണ് ഈ പെട്ടിക്കുള്ളിൽ. എനിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പേരറിയാമോ? വികാസ് സിംഗ് എന്നാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലെ ഒരു ജവാനാണ്. അയാളുടെ കയ്യിലുള്ള തെർമോകോൾ പെട്ടിയിൽ അയാളുടെ അമ്മയുടെ കൈയാണ്. അതെ, മുറിച്ചു മാറ്റപ്പെട്ട അയാളുടെ അമ്മയുടെ വലത് കൈ. മെയ് 10 ശ്വാസതടസ്സം നേരിട്ട അമ്മയെ വികാസ് കാൺപൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവർ അമ്മയെ അഡ്മിറ്റ് ചെയ്യുന്നു. അതിന് തൊട്ടടുത്ത ദിവസം അമ്മയുടെ വലത്തെ കൈ നീരുവെച്ചതായും കരുവാളിച്ചതായും കാണുന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ നഴ്സ് ഡ്രിപ്പ് ഇട്ടതാണെന്ന് പറഞ്ഞു. വേദനയും നീരും കണ്ടപ്പോൾ അവർ ഡ്രിപ്പ് വലത്തെ കൈയിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. വികാസ് ഇതേക്കുറിച്ച് ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ ഇത് സാധാരണ ഉള്ളതാണെന്നും 2 ദിവസം കൊണ്ട് വേദനയും കറുപ്പ് നിറവും പോകുമെന്നുമായിരുന്നു മറുപടി. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അമ്മയുടെ വേദനയും കയ്യിലെ കരുവാളിപ്പും പോകുന്നില്ല. ഇതോടെ വികാസ് അമ്മയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വേറൊരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുന്നു. അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം ഇത് മറ്റേ ആശുപത്രിയിൽ സംഭവിച്ച മെഡിക്കൽ പിഴവാണെന്ന് കണ്ടെത്തുന്നു. ഇൻഫെക്ഷൻ പടരാതെ ഇരിക്കാൻ കൈ മുറിച്ചു കളയാതെ വേറെ മാർഗമില്ലെന്നും അറിയിച്ചു. അങ്ങനെ മെയ് 17 കൈമുട്ടിന് താഴെ വെച്ച് വലത്തെ കൈ മുറിച്ചു കളയുന്നു. തൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കരുതെന്നോർത്ത് ആ ജവാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്നു. 2 ദിവസം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടും ലോക്കൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് തൻ്റെ അമ്മയുടെ മുറിച്ച വലതുകൈ ഒരു തെർമോകോൾ ബോക്സിലാക്കി അയാൾ പോകുന്നു. പെട്ടി മേശപ്പുറത്ത് വെച്ചിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് നീതി കിട്ടണം, ഇനിയൊരാൾക്കും ഈ ദുരിതമുണ്ടാവരുത്. 3 ദിവസത്തോളം പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിരുന്നില്ല. തുടർന്നാണ് സൈനികൻ അമ്മയുടെ മുറിച്ചു മാറ്റിയ കൈയുമായി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. നീതി വൈകുന്നതിൽ പ്രതിഷേധിച്ച് സഹപ്രവർത്തകരായ ITBP കമാൻഡോകൾ കമ്മീഷണറേറ്റ് ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചിരുന്നു. തുടർന്നാണ് പോലീസും ആരോഗ്യ വിഭാഗവും കണ്ണു തുറന്നത്. പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഒടുവിൽ കൃത്യവിലോപം നടത്തിയ സ്വകാര്യ ആശുപത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാടിനു വേണ്ടി കാവൽ നിൽക്കുന്ന ജവാന് നീതി കിട്ടാൻ എന്തൊക്കെ ദുരിതം നേരിടേണ്ടി വരുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. യോഗി ആദിത്യനാഥിൻ്റെ UPയിലാണ് നമുക്ക് വേണ്ടി അതിർത്തിയിലെല്ലാം ത്യജിച്ച് കാവൽ നിൽക്കുന്ന സൈനികന് ഇത്രമാത്രം കണ്ണീര് കുടിക്കേണ്ടി വന്നത്. വികാസ് സിംഗിൻ്റെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ?